Hi students, so we are studying module 4 of signals and systems. So till the last class we studied about sampling theorem and its proof and condition for the reconstruction of the signal. Okay, so ഇനി നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. So types of sampling. So സാമ്പിളിങ്ങിൽ തന്നെ കാറ്റഗറി ഉണ്ട്. So first one is ideal or instantaneous sample, natural sampling and flat top sampling. So ഈ ഒരു സാമ്പിളിങ്ങിൽ ഈ മൂന്ന് കേസിലും ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് ടിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്ത സിഗ്നൽ ഏതാണോ അതിന്റെ ബേസിസിലാണ് ഇവിടെ ഒരു ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ ഇഫ് നമ്മൾ വെറും ഇമ്പൾസ് സിഗ്നലാണ് സാമ്പിൾ ചെയ്യാൻ എടുത്തെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഐഡിയൽ ഇൻസ്റ്റന്റേനിയസ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇമ്പൾസ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വേവ് ഫോം ഇങ്ങനെ വരും. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ. പിന്നെ ഇതിന്റെ ഒരു ഫീസിബിലിറ്റി കേസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഐഡിയൽ കേസാണ്. ഓക്കെ, സോ ദിസ് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഇനി ഇതിന്റെ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് ടെൻസ് ടു ഇൻഫിനിറ്റി. പിന്നെ ഇതിനകത്ത് നോയ്സിന്റെ എഫക്റ്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന രണ്ട് സാമ്പിളിംഗ് ആണ്. അത് പൾസസ് വെച്ച് സാമ്പിൾ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇനി വരുന്ന രണ്ട് കേസുകൾ നമ്മൾ പറയാൻ പോകുന്നത് നാച്ചുറൽ സാമ്പിളിങ്ങിലും ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ്ങിലും നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എന്താണ് ഒരു പൾസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സാമ്പിളിങ്ങിന്റെ കേസിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചോപ്പിംഗ് ആണ്. സോ ചോപ്ഡ് വേർഷൻസ് എന്നിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഇറ്റ് സാറ്റിസ്ഫൈസ് സാമ്പിളിംഗ് റേറ്റ്, നമ്മുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ് നൈക്വിസ്റ്റ് റേറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. നോയ്സ് മിനിമം ആണ്. പിന്നെ അതുപോലെ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആണ് മറ്റേത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇതും പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ഇതും കണ്ടീഷൻ സാറ്റിസ്ഫൈ, ബട്ട് ദർ ഇസ് എ ചാൻസ് ഫോർ what noise. Okay, so these are the three different categories of sampling. Okay, so ഇനി നമുക്ക് അതിന്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. So the പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് സാമ്പിളിംഗ് ആണ് നമ്മളിവിടെ പറയുന്നത്. സോ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് സാമ്പിളിംഗിൽ പറയുന്നത് സാമ്പിൾഡ് വേവ് കൺസിസ്റ്റ് ഓഫ് പൾസസ് ഹാവിംഗ് ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്യൂറേഷൻ റാദർ ദാൻ ഇമ്പൾസസ്. ഓക്കെ, സോ നമുക്ക് സാമ്പിൾ ചെയ്ത സിഗ്നൽസിനകത്ത് കിട്ടുന്നത് ഇമ്പൾസ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ നമുക്കൊരു ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്ന് പറയാൻ പറ്റുന്നത് ഡിപ്പെൻസ് അല്ലേ, നമ്മുടെ ഇൻപുട്ടിലുള്ള എക്സ് ഓഫ് ടിനെ വെച്ചിട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി പ്രാക്ടിക്കൽ റീകൺസ്ട്രക്ഷൻ, ഇനി നമ്മൾ പ്രാക്ടിക്കൽ യൂസ് ചെയ്യുന്ന റീകൺസ്ട്രക്ഷൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രൂഫൊക്കെ കൺസിഡർ ചെയ്തത് സാമ്പിളിംഗ് തിയറിന്റെ പ്രൂഫിലൊക്കെ നമ്മൾ റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ഫിൽറ്റർ അല്ലെങ്കിൽ ഐഡിയൽ സാമ്പിളിങ്ങിന്റെ കേസിലാണ്. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന റീകൺസ്ട്രക്ഷൻ ഫിൽറ്റേഴ്സ് ആർ നോട്ട് ഐഡിയൽ ഫിൽറ്റേഴ്സ്. സോ ദ മെസ്സേജ് ടു ബി സാമ്പിൾഡ് ആർ ടൈം ലിമിറ്റഡ് സിഗ്നൽ ഹൂസ് സ്പെക്ട്ര ആർ നോട്ട് സ്ട്രിക്ട്ലി ബാൻഡ് ലിമിറ്റഡ്. സോ നമ്മളിവിടെ ഇനിഷ്യലി സാമ്പിളിംഗ് തിയറത്തിന്റെ പ്രൂഫ് പറഞ്ഞപ്പോൾ നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്, അതിന്റെ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ എക്സ് ഓഫ് ഒമേഗയുടെ സ്പെക്ട്രം ഒക്കെ കാണിച്ചിരുന്നു. ബട്ട് ആക്ച്വലി ഇൻ പ്രാക്ടിക്കൽ കേസ് ഇറ്റ് ഇസ് നോട്ട് ബാൻഡ് ലിമിറ്റഡ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എന്താണ് ഏലിയാസിങ് പോസിബിൾ ആണ്. സോ ഏലിയാസിങ് എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അണ്ടർ സാമ്പിളിംഗ് എന്നൊരു കേസ് ആ പ്രൂഫിന്റെ കേസിൽ പറഞ്ഞിരുന്നു അല്ലെ, അതായത് നമ്മളുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് ലെസ് ദാൻ 2 times എഫ് എം ആവുന്ന കേസിൽ നമ്മളുടെ സ്പെക്ട്രം ഓവർലാപ്പ് ചെയ്ത് വരും എന്ന് പറഞ്ഞിരുന്നു. ഇനി ആ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഏരിയയെ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനനെയാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് ഏലിയാസിങ്. സോ ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ സാമ്പിളിംഗ്. It occurs when f is less than 2 times fm, when a high frequency interferes with a low frequency and appears as low frequency, then the phenomenon is called aliasing. So this is ആ ഒരു ഫിഗറിനകത്തെ ആ ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏലിയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദ ഏലിയാസിങ് സോ ഏലിയാസിങ് കാരണം എന്താവും, ഇത്രയും പോർഷനിലെ ഡേറ്റാസ് നമുക്ക് ലോസ്റ്റ് ആയി പോകും. അതായത് ബിക്കോസ് ഓഫ് ഏലിയാസിങ് ഡേറ്റ ഈസ് ലോസ്റ്റ് ആൻഡ് ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ് ബൈ, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഏലിയാസിങ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ, ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാൻഡ് ലിമിറ്റിംഗ്. വെൻ സാമ്പിളിംഗ് റേറ്റ് ഈസ് made higher than 2 times fm, the spectrum will be to overlap, will not overlap അല്ലെ. സോ നമ്മുടെ ഏലിയാസിങ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് 2 times fm ആയിരിക്കണം. ഓക്കെ, സോ അതായത് ആദ്യം നമ്മുടെ സിഗ്നല്
എക്സ് ഓഫ് ടി ആയിരിക്കണം. എക്സ് ഓഫ് ടീനെ ബാൻഡ് ലിമിറ്റ് ചെയ്യണം, ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് ബാൻഡ് ലിമിറ്റ് ചെയ്ത് ദെൻ അതിൻ്റെ സാമ്പിൾസ് എടുക്കണം. The output of the low pass filter is the band limited and there is no frequency components greater than 2 FM, then there will be no aliasing. Okay, so അപ്പോൾ നമുക്ക് ഒരു ബാൻഡ് ലിമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏലിയാസിങ് ഇഫക്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സം അഡീഷണൽ ഇൻഫർമേഷൻ ഓഫ് സാമ്പിളിംഗ് ആൻഡ് aliasing.